ഇന്നത്തേത് ഒരു പിസ്ത ടോൾ കേക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 3 മുട്ട, 1 നുള്ള ഉപ്പ്, പിസ്ത ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്, വാനില എസൻസ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിലോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത്. കുറേശ്ശെയായിട്ട് ചേർക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിലോട്ട് നമുക്ക് എന്നിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാനുണ്ട്. 1/4 കപ്പ് വരെ ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ബാറ്ററിലോട്ട് വേണം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ആഡ് ചെയ്യേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യമേ അരിച്ച് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് 2-3 വട്ടം സീവ് ചെയ്ത് വെച്ചത് കുറേശ്ശായിട്ട് നമ്മൾ ഈ ബാറ്ററിലോട്ട് ഇടുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് പാലും കൂടി ചേർക്കാവുന്നതാണ്. ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് 4 ലെയേഴ്സ് ആയിട്ടാണ് വേണ്ടത്. ടോൾ കേക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ലെയേഴ്സും വെച്ച് പിസ്ത ഫ്ലേവേർഡ് ആക്കിയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് ഫില്ലിങ്സ് ആഡ് ചെയ്ത് നമ്മൾ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ലെയറും വെച്ച് കൊടുത്ത് ഒരു പാലറ്റ് നൈഫും ഉണ്ട്. നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തും ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് എല്ലാ വശവും നമ്മൾ നല്ലപോലെ ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട് ക്രീം. കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടുള്ള റിബണൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോസിൽ ഡിസൈനാണ് മുകളിൽ കൊടുക്കുന്നത്. കസ്റ്റമർ തന്നെ തന്നിട്ടുള്ള ഡിസൈനിലാണ് നമ്മളിപ്പോൾ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീര ടീച്ചറിൻ്റെ മോള് നദാനിയ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണിത്. നമ്മളതിൻ്റെ ഫൈനൽ ഡെക്കറേഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിബൺസും വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിൽ പേരൊന്നും എഴുതണ്ടെന്നാണ് മോള് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് 13 എന്നുള്ള നമ്പർ മാത്രമാണ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഇഷ്ടമായിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക്